അങ്ങനെ 4-ാം ദിവസത്തെ പൂക്കളം ഞാനിട്ടതാണ്. ആമി ഇന്ന് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ എന്നെ ഏൽപ്പിച്ച് പോയതാണ്. അതുകൊണ്ട് വാക്സിനേഷനുള്ള ദിവസമാണ്, അതുകൊണ്ട് പണികളൊക്കെ നേരത്തെ തന്നെ തീർത്തിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 10:30 കൂടിയിട്ട് ഇറങ്ങി. മുടി ചുറ്റി പിടിക്കുന്ന ഹോബി ഇപ്പോൾ കുറച്ചായിട്ടുള്ള തുടങ്ങിയിട്ട്, അങ്ങനെ അമ്മേനെ മാത്രം കണ്ടാൽ പോരല്ലോ, എന്താണെന്ന് ഞാനും നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവനും തലയിട്ട് നോക്കി. വാക്സിൻ വെക്കുന്നത് ആലോചിക്കുമ്പോൾ നല്ല രീതിക്ക് ടെൻഷൻ ഉണ്ട്. കാരണം അപ്പോഴുള്ള കരച്ചിലും വേദനയും അത് കഴിഞ്ഞുള്ള പനിയും ഒക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. അതൊന്നും സാരമില്ല, എന്തായാലും നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ. അങ്ങനെ പോണ വഴിക്ക് ആമിയും വേദശ്രീയും കൂടി ട്യൂഷൻ കഴിഞ്ഞിട്ട് വരുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്കാണ് എക്സാം, അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് വേദശ്രീയുടെ വീട്ടിലാണ് കമ്പനിച്ചത്. ആമിയുടെ വിളി കേട്ടപ്പോൾ ആദ്യകൂട്ടം ഹാപ്പി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. OP ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ വാക്സിനേഷന് വേണ്ടിയിട്ട് ആദ്യകൂട്ടിന് 5-ാം മാസത്തിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. കഴിഞ്ഞ ആഴ്ച എടുക്കേണ്ട വാക്സിൻ ആയിരുന്നു, പക്ഷെ നമ്മൾ ഒന്ന് ലേറ്റ് ആയിട്ടുണ്ട്. ഒറ്റ ഇഞ്ചക്ഷനേ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു, പക്ഷെ 2 കാലിലും കയ്യിനും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പാവം കരഞ്ഞൊരു വഴിക്കായി. ഇനിയിപ്പോൾ ആമിയുടെ സ്കൂളിൽ നിന്ന് പോകേണ്ട ആവശ്യം കൂടി ഉണ്ട്. അപ്പോൾ ഏട്ടൻ അവിടെ പോകുമ്പോൾ ഞാനിവിടെ ചേച്ചിയോട് ഇറങ്ങിയിട്ടുണ്ട്. ഇച്ചു ഉണ്ണീനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരാണ്ട്. ഇത്ര നേരം അവളെ എടുത്തിരുന്നിട്ട് ആളെ ഇഞ്ചക്ഷൻ കിട്ടിയതിന്റെ ക്ഷീണം കാരണം എണീറ്റിട്ടുണ്ടായിരുന്നു. പോകാൻ ഇറങ്ങിയപ്പോഴെങ്ങാനും എണീറ്റിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി വന്ന് നോക്കി. പിന്നെ ഒരു ദിവസം വരാമെന്ന് വാക്കും കൊടുത്തുകൊണ്ട് പോവാണ്. അപ്പോൾ അത്രയുള്ളൂ. ബൈ.